അപ്പൊ ഗൈസ്, ഇന്ന് നമ്മുടെ ചേട്ടന്റെ കൊച്ചിന്റെ മാമോദിസയാണ് കേട്ടോ. വാവയുടെ പേര് എൻസോ എന്നാണ്. അപ്പൊ 3 പെങ്ങന്മാർക്കുള്ള ഒരു ആങ്ങളയാണത്. അപ്പൊ ഞങ്ങളുടെയും പിന്നെ അവിടത്തെ ഉള്ള കസിൻസിന്റെ ഒക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ക്യൂട്ട് ബേബി എൻസോ. കുറെ നാളുകൾക്ക് ശേഷം കസിൻസിനായിട്ടൊന്ന് കൂടിയ ദിവസമാണ് കേട്ടോ അത്. ഗൈസ്, നമ്മൾ ചേട്ടന്റെ കൊച്ചിനെ മാമോദിസയ്ക്ക് വന്നേക്കണം. അപ്പൊ എല്ലാരും പോയി ഇവിടെ. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞുള്ളൂ. ഇതാണ് അവസ്ഥ. ഇന്ന് 2 ഡാൻസ് കളിച്ചു. അതിന്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യും കേട്ടോ. അല്ല സോറി, ഇടും. പോസ്റ്റ് സമയം 9:30 ഗൈസ്. 9:30 കഴിഞ്ഞു. അപ്പൊ എല്ലാരും പോയി ഇവിടെ. എല്ലാരും പോയിട്ടില്ല. അല്ല, ഒട്ടുമിക്ക ആൾക്കാരും പോയി. ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. ഇനി ഫുഡ് കഴിച്ച് ഇരിക്കാണ്. എല്ലാ ഡിഫറെന്റ് ഫുഡായിരുന്നു. അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിരിക്കണേ കാണുന്നേ. ഇത് മറ്റേ കല്യാണ പെണ്ണിനെ കൊണ്ടുപോകാനായിട്ട് പിടിക്കണ സാധനം, ചൊമ്പുക്കും. ചേച്ചിയുടെ മനസ്സമ്മതം ഈ ഹാളിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കഴിഞ്ഞത്. പക്ഷെ അന്ന് തിരക്ക് കാരണം നമുക്ക് ഈ ഹാളൊന്നും ചുറ്റി നടന്ന് കാണാൻ പറ്റില്ല. ഇന്നത് കണ്ടു. പുറത്ത് നല്ല മഴയായത് കാരണം എല്ലാരും മിണ്ടി പറഞ്ഞിരിക്കായിരുന്നു. ഒന്നും കൂടി ഇല്ല, അവൾ ആകെ വയ്യാണ്ടായിട്ട് വായം പൊളിച്ചിരിക്കുന്നു. ആന്റിയാണ് സത്യമായിട്ടത്. എന്തുട്ടാ പേര്? അന്നാന്റി. വിളിച്ചോ? ഇനി ചേച്ചി വിളിക്കണ്ട. സത്യമായിട്ട് സ്ഥാനവിളികളെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനം കൊണ്ട് ഞങ്ങളൊക്കെ ഇവരുടെ ആന്റിമാരാണെങ്കിലും പ്രായം കൊണ്ട് അതല്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ആരാണല്ലോ സ്ഥാനമൊക്കെ നോക്കിക്കണം. അപ്പൊ അമ്മ അവളെ കൊണ്ട് പറയിപ്പിച്ച് എന്നെ ആന്റിന്ന് വിളിപ്പിക്കണേണ് ആ കേട്ടോണ്ടിരിക്കണത്. ആദ്യം ഇവരെ ചേട്ടന്റെ മക്കളൊക്കെ തന്നെയാണ്. പക്ഷെ ആന്റിന്ന് വിളിക്കുമ്പോ എന്തോ പോലെ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? അമ്മ അടിച്ചതാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്നൊക്കെ പോകുന്നു. നമ്മൾ വീട്ടിലെത്തി. ഞങ്ങളുടെ നേരെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പൊ അപ്പൻ കുറച്ചു നേരം TV ഒക്കെ കണ്ടിരുന്നു. ആരോ വിളിച്ച പോലെ മഴയുടെ ശബ്ദം കേട്ടപ്പം വാതിൽ തുറന്നു നോക്കുന്നതായിട്ടേ കാണും. ഒന്നാമത് ഉറക്കം വരില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ചു നേരം മഴയുടെ അവിടെ ഒക്കെ ഒന്ന് പോയി കിടക്കാന്ന്. നല്ല പെരും മഴയാണ് കേട്ടോ. ഭാഗ്യത്തിന് ഞങ്ങൾ വന്ന നേരത്ത് മഴയൊന്നും ഉണ്ടായില്ല. പക്ഷെ നല്ല പെരുമഴയായിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നല്ല മഴയാണ്. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പൊ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ പള്ളിയിൽ പോകാൻ പറ്റില്ല എന്നുള്ള. അപ്പൊ ഞാൻ വേഗം തന്നെ വാലടിച്ച് കിടക്കാണ്. അപ്പൊ ഗൈസ്, നമ്മൾ മാമോദിസൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോ കിടക്കണം. നാളെ ഞായറാഴ്ച കുർബാനക്ക് പോകണം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ഇത് മാമോദിസയ്ക്ക് വേണ്ടി അടിച്ച ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ സെക്കൻഡ് ചാനലിൽ പോയി നോക്കിയാൽ മതി. അതിൽ ഇടുന്നതായിരിക്കും. ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റിൽ കൊടുക്കാം.